പണത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? ഒന്ന്, പണത്തോടുള്ള നമ്മുടെ മനോഭാവം പോസിറ്റീവായിരിക്കണം. എന്ന് വെച്ചാൽ മണി ഈസ് ആൻ എനർജി. നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. മണിക്ക് ഒരു എനർജി ഉണ്ട്, അതൊരു പവറാണ്. മണി പവർ എന്ന് പറയുന്നത് സത്യമാണ്. പണമുണ്ടെങ്കിൽ നമുക്കൊരു പവറുണ്ട്. അപ്പോൾ അതൊരു ഒരു ഒരു സത്യമാണെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുമ്പോഴേ നമുക്കതിനോട് ഇഷ്ടമുണ്ടാകുകയുള്ളൂ. പണമുണ്ടെങ്കിൽ നമുക്കൊരു എൻവയൺമെൻറ്റ് പോലും മാറ്റാൻ കഴിയും, നമ്മുടെ സിറ്റുവേഷനുകളെ മാറ്റാൻ കഴിയും, പല നെഗറ്റീവ് സിറ്റുവേഷനെ പോസിറ്റീവ് ആക്കാൻ കഴിയും പണമുണ്ടെങ്കിൽ. അപ്പം നമുക്ക് പണം എങ്ങനെ ഉണ്ടാക്കണം? ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികളിൽ പണത്തോടുള്ള മനോഭാവം നല്ലത് വളർത്തണം. പിന്നെ ഫിനാൻസിനെ പറ്റി വീടുകളിൽ ഡിസ്കസ് ചെയ്യണം. പിന്നെ കുട്ടികളോട് നമുക്ക് ഏൺ എ ലിവിങ്, സ്വന്തമായ ഒരു വരുമാന മാർഗം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് നമ്മൾ പേരൻസ് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ പണം എങ്ങനെ വിനിയോഗിക്കണം, കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് മണി നമ്മൾ കൊടുക്കുകയും അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എത്ര സേവ് ചെയ്യണം, എത്ര മാറ്റി വയ്ക്കണം, ഈ വ്യവസ്ഥിതി എല്ലാം കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. എന്നിട്ട് ഒരു സൈഡായിട്ട് ചെറുപ്പം മുതലേ പണം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു സൈഡായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സ്കിൽസും പഠിപ്പിച്ചിരിക്കണം. അല്ലാതെ ലോങ് ടൈം അക്കാഡമിക് ലേണിങ് മാത്രം പഠിപ്പിച്ചുകൊണ്ട് ഒരിക്കലും പൈസ ഉണ്ടാകത്തില്ല. പലരെയും ഇന്ന് എനിക്കറിയാം, മക്കളെ പഠിപ്പിച്ച് എൻജിനീയറിങ്ങിനും മറ്റുള്ള അല്ലെങ്കിൽ വലിയ വലിയ ഡിഗ്രികൾ വർഷങ്ങളോളം പഠിപ്പിച്ചു, 30 years 32 years ഒക്കെ പഠിപ്പിച്ചിട്ട് യാതൊരു ഇൻകവും ഉണ്ടാകാതെ വളരെ ഡിപ്രഷനിലായ ഫാമിലികളെ എനിക്ക് വളരെയധികം. NIT-യിലൊക്കെ പഠിച്ച എൻജിനീയറിംഗ് ഒക്കെ പാസ്സായ കുട്ടികൾക്ക് ഒരു തൊഴിൽ തേടാനുള്ള കഴിവില്ലാതെ, അവർക്ക് ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ കഴിവില്ല. അത് ശരിയായ രീതിയിലുള്ള ഒരു പ്രാക്ടീസിൻ്റെ കുറവാണ്. അപ്പം ചെറുപ്പം മുതലേ അതെങ്ങനെയാണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനു വേണ്ട ഫിനാൻഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുകയും പണത്തോട് അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന വീടുകളിൽ മാത്രമേ ഫിനാൻസ് ഉണ്ടാകത്തുള്ളൂ. പല വീടുകളിലും അതിനെപ്പറ്റി ഒന്നും പറയാറില്ല. നമ്മൾ ലേണിംഗ് ചെയ്തത് കൊണ്ടോ അക്കാഡമി പഠിച്ചത് കൊണ്ടോ നമ്മൾ റിച്ച് ആകണമെന്നില്ല. കൊമേഴ്സ് കുറച്ച് പറഞ്ഞു കൊടുക്കണം, ട്രേഡിങ് പറഞ്ഞു കൊടുക്കണം, പിന്നെ ബിസിനസ് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ എല്ലാം നോളജാണ്. ഈ നോളജുകളാണ് നമ്മളെ വളർത്തുന്നത്. അത് കാരണം ചെറുപ്പം മുതലേ ഏൺ എ ലിവിങ്, നമുക്ക് സ്വന്തമായ ഒരു വരുമാന മാർഗം ഉണ്ടാകണമെന്ന് കുട്ടികളോട് തൊട്ടേ നമ്മൾ പറയണം. അങ്ങനെ വളരുന്ന കുട്ടികളെ ജീവിതത്തിൽ ഉയരത്തുള്ളൂ, സാമ്പത്തികമായിട്ട് ഉയരത്തുള്ളൂ. പിന്നെ അടുത്തത്, നമ്മുടെ കയ്യിൽ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വിനിയോഗിക്കണം, എന്തിനു വേണ്ടിയൊക്കെ വിനിയോഗിക്കണം. നമ്മൾ ആദ്യം പൊതുവേ നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നം കാണുന്നത് വീടുകളാണ് ആദ്യം വിൽക്കുന്നത്. വീട്, വണ്ടി, പിന്നെ ഫുഡ്, ഇതിനൊക്കെ അല്ലെ ഡ്രസ്സ്, ഇങ്ങനെ ഇതിനൊക്കെ കണ്ടമാനം പണം വേസ്റ്റ് ആക്കുന്ന ഒരു പ്രവണത നമ്മളിലുണ്ട്. നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു മേജർ എമൗണ്ട് ഒരു വീട് വയ്ക്കാൻ ഉപയോഗിക്കുന്നു. വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? അതൊരു ലയബിലിറ്റിയാണ്. കാറ് വാങ്ങിക്കുന്നു, കാറ് നമുക്ക് ആവശ്യത്തിലധികം വില കൂടിയ കാറുകൾ വാങ്ങിക്കുന്നു, അല്ലെ നമ്മുടെ ഇൻകത്തിന് നമ്മുടെ ഒരു ഫിനാൻസിന് മേളിലുള്ള കാറ് വാങ്ങിക്കുന്നു. ഓരോ വർഷവും ഒരു ഡിപ്രിസിയേഷൻ, അതും ഒരു ലയബിലിറ്റിയാണ്. പിന്നെ അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണെന്ന് നമ്മൾ ശരിയായിട്ട് തിരിച്ചറിയണം. നമുക്ക് വലിയ വീടുള്ളതുകൊണ്ട് നമുക്ക് ലയബിലിറ്റി കൂടി, വലിയ കാറുള്ളതുകൊണ്ട് ലയബിലിറ്റി കൂടി. അസറ്റ് എന്താണ്? നമ്മൾ എന്തെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഇൻകം കിട്ടുവാണെങ്കിൽ അതൊരു അസറ്റാണ്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ ഒരു 5 ലക്ഷം രൂപ അല്ലെ 25 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ആ മണി വളരുകയാണ്, മറ്റേ മണി കുറയുകയാണ്. അപ്പം ലയബിലിറ്റിയും ഇതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്. പിന്നെ എന്തിനൊക്കെയാണ് പണം പ്രയോറിറ്റൈസ് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള ഫിനാൻസിനെ എങ്ങനെ വളർത്തിയെടുക്കണം, പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് എന്തിനാണ്. ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വീടുണ്ടാക്കാൻ. കുട്ടികളുടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അവരെ വിട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡറി ആക്കണം നമ്മുടെ ഒരു വീട് പണിയോ വാഹനത്തിനോ. അങ്ങനെ നമ്മുടെ ഇൻകത്തിനനുസരിച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തേലേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. പിന്നെ കുട്ടികളോടും പറയണം മണിയുടെ പോസിറ്റീവ് സൈഡ്, അതിനെ എങ്ങനെ വിനിയോഗിക്കണം. ഇതെല്ലാം നമ്മൾ വീടുകളിൽ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. നമുക്കറിയത്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പോയി അത് പഠിക്കണം.
ഫിനാൻഷ്യൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ഇപ്പം നമ്മൾ മറ്റ് രാജ്യങ്ങളൊക്കെ ഉയരുന്നത് അവർ വളരെയധികം ഫിനാൻഷ്യലി കുട്ടികളെ കോൺഷ്യസ് ആക്കും. അതുപോലെ ഫിനാൻസ് കിട്ടത്തക്ക കോഴ്സുകൾ അവർക്ക് പഠിപ്പിക്കും. നല്ല ജോലിയും ശമ്പളവും കിട്ടും. ഇതൊക്കെ അനേക സ്കില്ലുകൾ, ഇപ്പോൾ എല്ലാ സ്കില്ലും ഇപ്പോൾ AI ഒക്കെ വരുന്നു. പല സ്കില്ലുകളും പഴയ സ്കില്ലുകൾ യൂസ് ഇല്ലാതെ മാറുകയാണ്. അപ്പോൾ പുതിയ സ്കില്ലുകൾ അക്വയർ ചെയ്യാനും പുതിയത് പഠിക്കാനുമുള്ള മെൻറ്റാലിറ്റി, ഒരു ഫ്ലെക്സിബിൾ മെൻറ്റാലിറ്റി നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും ഒരു ലേണറായിരിക്കണം. ഒരു ലൈഫ് ലോങ് എന്തെങ്കിലും പഠിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം. പുതിയത് എപ്പോഴും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. ഫിനാൻഷ്യൽ സൈഡ് പഠിക്കണം, പിന്നെ ഇക്കണോമിക്സ് പഠിക്കണം, ട്രേഡ് പഠിക്കണം. ഇതൊക്കെ ഉള്ള ഒരു കുടുംബം മാത്രമേ ഗ്രാജുവലി ആണെങ്കിലും ഉയരത്തുള്ളൂ. ആദ്യം ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്യണം, നോളജ് കൊടുക്കണം ഓരോന്നിനും. നമുക്ക് എന്ത് കാര്യം ഇല്ലാതെ വരുന്നതും അതിനെപ്പറ്റിയുള്ള നോളജ് ഇല്ലാത്തത് കാരണമാണ്, കഴിവില്ലാത്തത് കൊണ്ടല്ല.